ഞങ്ങൾക്കുണ്ട്. മുനാഫിഖീങ്ങളല്ലാതെ, വിശ്വാസമില്ലാത്ത കപടന്മാരല്ലാതെ പള്ളിയിൽ വരാത്തവര് ഞങ്ങളെ കാലഘട്ടത്തിലില്ല. അതുകൊണ്ടോ മുസ്ലിമീങ്ങളെ പള്ളികൾ അമ്പര ചുംബിയായി ഉണ്ടാക്കിയാൽ പോരാ, ആ പള്ളിയിൽ വന്ന് നിസ്കാരം നിർവഹിക്കണമെന്ന ബോധം ഓരോ നാട്ടുകാർക്കും ഓരോ പള്ളിയുടെ പരിസരങ്ങളിലുള്ളവർക്കും ഉണ്ടാകണം. ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ല എന്ന് ഖിയാമത്ത് നാളിൽ പണ്ഡിതന്മാരെ ആക്ഷേപിക്കണ്ട. മാതൃക കാണിച്ചു കൊടുക്കേണ്ടത് പണ്ഡിതന്മാരാണ്. അതും കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ ഉസ്താദന്മാർ, നമ്മുടെ മതപണ്ഡിതന്മാർ ഒരുപാട് വർഷങ്ങളായി സാധാരണക്കാർക്ക് വയത് പറയുന്നത്. വയത് എന്ന് പറഞ്ഞാൽ മതപ്രഭാഷണം. ഈ സമസ്തകൾ പിളറുന്നതിന് മുമ്പും അതിൻ്റെ ശേഷമാണ് ഒരുപാട് പ്രാസംഗികന്മാർ കൂടിയത്. എന്തെല്ലാം അവർ എല്ലാ രീതിയിലുള്ള ജനങ്ങളെ നന്നാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നു. കള്ളം പറയാൻ പാടില്ല എന്ന് പറയും. അതുപോലെ സിനിമ കാണലും, അതുപോലെ സിനിമ നടിക്കലും, അതുപോലെ ഉസ്താദന്മാരെ ബഹുമാനം, തങ്ങന്മാരെ ബഹുമാനിക്കൽ, പള്ളിയെ ബഹുമാനിക്കൽ, ഇതെല്ലാം ഇത്ര കാര്യങ്ങൾ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. സാധാരണക്കാരെ ഇവർ പ്രഭാഷണം കൊണ്ട് നന്നാക്കിയിട്ടുണ്ട്. അതിൽ 75% സാധാരണക്കാർ നന്നായിട്ടുണ്ട്. ഏതുവരെ എന്ന് പറഞ്ഞാൽ മദ്രസ ലെവലിൽ പഠിച്ച എല്ലാവരും നന്നായിട്ടുണ്ട്. മദ്രസ ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു 5ഓ 7ഓ കൂടിപ്പോയാൽ അത്രമാത്രം പഠിച്ച് അവരുടെ ജീവിതമാർഗം അന്വേഷിച്ചുകൊണ്ട് കച്ചവടമോ അതല്ലെങ്കിൽ ജോലിയോ എന്തെങ്കിലും ചെയ്യാൻ പോയാൽ അത്തരക്കാർ ഉറപ്പായും വിജയിച്ചവരാണ്. അത്തരക്കാർക്ക് പണ്ട് പറഞ്ഞതായിരിക്കുന്ന ഉസ്താദന്മാർ ജാത്രക്ക് പോകരുത്, ഉത്സവത്തിന് പോകരുത്, അതുപോലെ സിനിമ കാണരുത്, സിനിമ തിയേറ്ററിൽ പോകരുത്, ഇതെല്ലാം ഇപ്പോഴും നമ്മൾക്ക് ഇത്ര പ്രായമായിട്ട് പോലും നമുക്ക് ഭയമാണ്. അന്ന് പറഞ്ഞത് 35 വർഷത്തിന് മുമ്പ്, 35ഓ 40ഓ വർഷങ്ങൾക്ക് മുമ്പ് ഉസ്താദന്മാർ പറഞ്ഞത്, പണ്ഡിതന്മാർ പറഞ്ഞ കാര്യം. അതുപോലെ സ്ത്രീകളും ഒരുപാട് സ്ത്രീകൾ നന്നായിട്ടുണ്ട്. പിന്നെ എവിടെയാണ് ബുദ്ധിമുട്ടായത്? ഡിഗ്രി പഠിക്കാൻ തുടങ്ങി, മതപഠനം കൂടിയതോടുകൂടെ എല്ലാവരും അവർ വൈറലാകാനും അവർ പ്രശസ്തമാകാനും ഒരു അർഹതയില്ലെങ്കിൽ പോലും ഒരു തലപ്പാവുണ്ടെങ്കിൽ മതി, ഏതെങ്കിലും ഒരു രീതിയിൽ അവർ നന്നാക്കണം, ഏതെങ്കിലും ഒരു രീതിയിൽ അവരെ ജനങ്ങൾ കാണണം. ഈ മൊബൈൽ വന്നതിൻ്റെ ശേഷം അവരെ ജനങ്ങൾ കാണണം. വ്യൂസ് അതുമാത്രമാണ് നോക്കുന്നത്. ഇനി ഭാര്യയുടെ പേര് വിളിച്ച് കൂക്കാനും അതിനെ എഴുതി കൊടുത്തൊരു പാട്ടാക്കി കൊടുത്താലും സാരമില്ല, അത് ഒരു ദിവസത്തിൻ്റെ കാര്യമല്ലേ. പിന്നെയല്ലേ ഞാൻ വൈറലാകുന്നത്, പിന്നെയല്ലേ എന്നെ ജനങ്ങൾ അറിയുന്നത്. ഇതുപോലെയുള്ള കാര്യങ്ങളാണ്. അതല്ലെങ്കിൽ ഒരുത്തൻ നടന്നു പോകുകയാണെങ്കിൽ അവൻ നടന്നു പോകുന്നു ഹജ്ജിന്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അവിടെ എത്തിയതിന് ശേഷം ഹജ്ജാണ്, പുറതായ കാര്യമാണ്. അതവൻ വീഡിയോവനായി എവിടെ പോയാൽ അതിൻ്റെ ഇടക്ക് നടക്കാനുള്ള കാര്യത്തെ വല്ലാത്ത ഒരു ബഹുമതിയേറിയ പുണ്യമുള്ള കാര്യമാക്കി അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്ത് അവനിപ്പോൾ എവിടെയാണ്? ഒരു കാലിൽ കുലാത്തിയായി ഖോജയായി നടക്കുന്നു ഉത്തരേന്ത്യയിൽ. അത് ചെയ്തതാണ് നമ്മുടെ ഇതേ പണ്ഡിതന്മാരാണ്. ഇത്തരം കാര്യങ്ങൾ ഇവരെല്ലാം ചെയ്യുന്നു, വൈറലാകണം. അവസാനം ഇപ്പോൾ വൈറലാകുന്നത് എന്തുകൊണ്ട്? ഒറ്റ മിമ്പറിൽ, ഒരേ ഒരു മിമ്പറാണ്, ആ മിമ്പറിൽ 2 ഇമാമിങ്ങളാണ്. അതാണ് നിങ്ങൾ കാണേണ്ടത്.
ബഹുമാനമുള്ളവരെ, അവിടുത്തെ ഇമാമും അവിടുത്തെ ഖാദിയും അടിപിടിയാണ്. അടിപിടിക്ക് ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവർ കഴിയുന്നത്ര ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും അവിടെ ഒരുപാട് വർഷങ്ങളോളം പ്രഭാഷണം നടത്തി പള്ളിയെ ബഹുമാനിക്കാൻ പറഞ്ഞ ആ ഖാദിക്കും അറിഞ്ഞില്ല, ഖാദിൽ ഖുദാത്തിയായ ആ ഇമാമിനും അറിഞ്ഞില്ല. ഇത് ബുദ്ധിമുട്ടാണ്, ഇത് പള്ളിയാണ്, ഇതാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്, പാടില്ല എന്ന് പറഞ്ഞത് ഞാൻ തന്നെ സ്വയം ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യമായില്ല. ഇതെല്ലാം ഇവർക്ക് സാധാരണക്കാർക്ക് വയല് പറയാനും പ്രസംഗിക്കാനും അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനും ഇത്തരക്കാർക്ക് അർഹതയുണ്ടോ എന്നാണ് ചോദിക്കാനുള്ളത്. ഇത്തരക്കാർ അർഹതയില്ല. എങ്കിലും അവർ പറയുന്നതിനെ കേട്ട് നന്നായവർ അവരാണ് ലാഭത്തിലായത്, അവരാണ് രക്ഷപ്പെട്ടത്. സാധാരണക്കാരാണ് ഇന്ന് രക്ഷപ്പെട്ടത്. അത് ഞാൻ പറഞ്ഞില്ലേ, മദ്രസ വരെ പഠിച്ചവർ അവരുടെ കല്യാണത്തിന് പാട്ട് അവർക്ക് ആവശ്യമില്ല. അവരുടെ കല്യാണത്തിന് അവർ വീട്ടിലുള്ള മക്കളുടെ കല്യാണമോ അതല്ലെങ്കിൽ അനിയന്മാരുടെ കല്യാണമോ ഏതെങ്കിലും ഒരു കല്യാണം വീട്ടിലുണ്ടെങ്കിൽ, കുടുംബത്തിൽ ഒരു കല്യാണമുണ്ടെങ്കിൽ അവിടെ പാട്ടോ കുത്തോ അതല്ലെങ്കിൽ പൊട്ടിക്കലോ ഒന്നും അവർക്ക് ആവശ്യമില്ല. ആർക്കാണ്? വെറും മദ്രസ പഠിച്ച് ജീവിക്കാൻ വേണ്ടി ഒരു മാർഗത്തിൽ ഇങ്ങനെ പോയി അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന, ജോലി ചെയ്തും കച്ചവടം ചെയ്ത് ഇരിക്കുന്ന സാധാരണക്കാരാണ് നന്നായിട്ടുള്ളത്. അവർക്ക് ഈ ലോകത്ത് ഈ കാലത്ത് നടക്കുന്ന വീഡിയോകളും അവർക്ക് ആവശ്യമില്ല, പാട്ടുകളും അവർക്ക് ആവശ്യമില്ല, വെടിമരുന്നും അവർക്ക് ആവശ്യമില്ല, ഉറൂസും അവർക്ക് ആവശ്യമില്ല. ഉറൂസ് എന്ന് പറഞ്ഞാൽ അത് ജാത്രപ്പറമ്പിൽ അമ്പലപ്പറമ്പിൽ നടക്കുന്ന വെടിപൊട്ടലും അതുപോലെ ആനയും കുതിരയും എല്ലാം. ഇതാണോ ഉറൂസ്? എന്തിനാണ്? എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇത്തരക്കാർ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത്തരക്കാർ അത് പാടില്ല എന്ന് പറയുന്നില്ല. ഇനിയിപ്പോൾ അവിടെ ഒരു ജീവൻ പോയാലും ഇവർ പറയുന്നില്ല. അത് അടുത്ത വർഷം ചെയ്യരുത് എന്ന് പറയാനോ ആകെ ഒരു 4 മുസ്ലിംമാർ, ഒരു 4 പ്രഭാഷകന്മാരെയാണ് കണ്ടത് സോഷ്യൽ മീഡിയയിൽ. കഷ്ടം തന്നെ. ഇതാണ് പള്ളിയിൽ നടന്ന ആ നാടകം നിങ്ങൾ കണ്ട് നല്ലപോലെ ഇത്തരക്കാരെ നല്ല രീതിയിൽ സൂക്ഷിച്ച് ഇവരെ എന്ത് ചെയ്യാനോ നമുക്ക് അറിവില്ലാതായിപ്പോയി. ഇവർ പറഞ്ഞതിന് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരും ഉള്ളതുകൊണ്ട് അവർക്കിങ്ങനെ ജീവിച്ചു പോകാം എന്നല്ലാതെ ഒരു കാര്യവുമില്ല. ദുനിയാവിൻ്റെ എല്ലാ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇവർ ചെയ്യുന്നത്. ദുനിയാവിൻ്റെ വിജയത്തിന് വേണ്ടിയാണ് ഇവർ ചെയ്യുന്നത്. ദുനിയാവിൻ്റെ വിജയത്തിന് മാത്രമാണ് ഇവർ ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.